ഇന്ന് നമ്മൾ നല്ലൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് കൂന്തൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ചെറിയ പീസാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്, റൗണ്ടിലല്ല മുറിച്ചത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3-4 ചെറിയുള്ളി, 3-4 വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്ന് ചതച്ചിട്ട് ഈ കൂന്തലിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടുക. പിന്നെ മസാലയായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കശ്മീരി മുളക് പൊടിയും പിന്നെ അതിൻ്റെ കൂടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് അരമണിക്കൂറത്തേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂറായാലും കുഴപ്പമില്ല. ഇനി ഇത് നമ്മളൊരു കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതാകുമ്പോൾ വേവ് കൂടിപ്പോവുകയില്ല, കുറഞ്ഞു പോവുകയില്ല. ഒറ്റ വിസിൽ മാത്രം അടുപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവാണ് ഉണ്ടാകുക. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് ഒരു പട്ടയും 2 ഏലക്കേൻ്റെ കഷ്ണം ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ടൊന്ന് വഴറ്റുക. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു വലിയ സവാളയും കൂടെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സായിട്ട് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് വരണം. ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കളർ മാറി വരണം. അപ്പോൾ ഉള്ളി ഒന്ന് ബ്രൗൺ നിറാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതും 1 ടീസ്പൂണും കൂടി എരിവ് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആക്കുക. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ച ചവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തക്കാളി ചെറുതായി മുറിച്ചത്, ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കൂന്തലിലുള്ള വെള്ളം കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളമുണ്ട്, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുക. ആദ്യം കുറച്ച് ഒഴിക്കുക, ഒന്ന് വറ്റിച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറുകി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണേ വേണ്ട, കൂടുതലാവേണ്ട. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ ഗ്രേവിക്ക്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തലിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ മസാലയിലും എല്ലാ ഭാഗത്തേക്ക് ആവുന്ന വിധത്തിൽ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഗ്രേവിയൊക്കെ ഒന്ന് ടൈറ്റാക്കി എടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവണമെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, ചപ്പാത്തീൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല വീഡിയോസുമായിട്ട് നാളെ കാണാം.